ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലാവണ്യക്ക് ശ്രുതി വന്നത് ഒട്ടും ഇഷ്ടപ്പെടാതെ ലാവണ്യ അങ്ങ് കയറി പോവാണ് കേട്ടോ. അങ്ങനെ പിന്നീട് മുത്തശ്ശി പറയാണ്, ശ്രുതി വന്നപ്പോൾ തന്നെ നല്ലൊരു ഐശ്വര്യം കണ്ടില്ലേ എന്നിങ്ങനെ അഞ്ജലിയോട് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം ശ്രുതിക്കാണെങ്കിലോ ഒരിക്കലും ഇറങ്ങിപ്പോകാൻ പാടില്ല എന്നുള്ള ആ ഒരു തീരുമാനം ശ്രുതി എടുക്കുകയാണ്. അങ്ങനെ മുത്തശ്ശി അങ്ങ് കയറിപ്പോവുകയും ചെയ്തു. അങ്ങനെ പിന്നീട് അഞ്ജലി പറയാണ് ശ്രുതിയോട്, ഇനി എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഞാനൊന്ന് ലാവണ്യയുമായി സംസാരിക്കട്ടെ, എന്നിട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്താമെന്ന് പറഞ്ഞിട്ട് അഞ്ജലിയുടെ അടുത്ത് നിന്നും ശ്രുതി അങ്ങ് പോവുകയാണ് ലാവണ്യയുടെ അടുത്തോട്ട്. ഈ സമയം ലാവണ്യാണെങ്കിലോ അശ്വിന് വിളിച്ചിട്ടുണ്ടാവും കേട്ടോ. പെട്ടിയൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം അശ്വിന് വിളിക്കാൻ. അപ്പോൾ അശ്വിൻ ഫോൺ എടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് തന്നെ. അങ്ങനെ അശ്വിൻ ഫോൺ എടുക്കുകയാണ് കേട്ടോ. ഫോൺ എടുത്തോടെ തന്നെ അശ്വിൻ പറയും, എന്താ ലാവണ്യ, എന്തിനാണ് വിളിച്ചത്? അതെ, ഒരു പ്രശ്നമുണ്ട്. ഇതേ ഞാനൊരു അർജൻറ്റ് മീറ്റിങ്ങിലാണ്, ഇപ്പോൾ നിന്നോട് സംസാരിക്കാൻ പറ്റില്ല, നീ ഫോൺ വെച്ചേ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ പറയാണ് കേട്ടോ. അങ്ങനെ ലാവണ്യക്ക് അത് പറയാനും കഴിയുന്നില്ല. അങ്ങനെ ലാവണ്യ ഇനി നിന്നിട്ട് കാര്യമില്ല, ആ കാർട്ടൂൺ ബേബിയുടെ കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഞാനല്ലാതായി മാറുന്നു, അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടിയെടുത്ത് ഇറങ്ങുന്ന സമയത്താണ് ശ്രുതി റൂമിലോട്ട് കയറി വരുന്നത് കേട്ടോ. അങ്ങനെ ശ്രുതി ലാവണ്യ എന്ന് പറയുമ്പോൾ, നീ എന്നെ പേരെടുത്ത് വിളിക്കുന്നത് പോലെ എനിക്ക് ഇഷ്ടമല്ല കാർട്ടൂൺ ബേബി എന്ന് പറയാം കേട്ടോ. അപ്പോൾ തന്നെ ശ്രുതി പറയണം, ആ ശരി, നിനക്ക് എന്നെ ഇഷ്ടമല്ല, പക്ഷെ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, നിനക്ക് അശ്വിനെ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മുത്തശ്ശിയെ നീ കൈക്കലാക്കണം. ഇവിടുത്തെ മുത്തശ്ശിയെ കൈക്കലാക്കാതെ നിനക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയില്ല. ഈ വീടിൻ്റെ പടി ചവിട്ടാൻ പോലും കഴിയില്ല. പിന്നെ നീ ആരെ സ്നേഹിച്ചിട്ടും കാര്യമില്ല. അശ്വിനെ നിനക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നീ മുത്തശ്ശി അങ്ങ് വീഴ്ത്തണം എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന നീ എന്താ പറഞ്ഞു വരുന്നത്? അത് തന്നെ, നമ്മൾ രണ്ടുപേരും ഒരേ തൊഴിലല്ലേ ചെയ്യുന്നത്. നിനക്ക് അശ്വിനെ കിട്ടണം, എനിക്കാണെങ്കിൽ തൊഴിൽ വേണം, അതിനാണ് ഞാൻ വന്നത്. അപ്പോൾ നീ ആയിക്കോ, നീ ഒരിക്കലും ലാവണ്യ അല്ലാതെ ആവേണ്ട, പക്ഷേ നിൻ്റെ ചില കാര്യങ്ങളിൽ നീ മാറ്റം വരുത്തണം, അത്രേ ചെയ്യേണ്ടുള്ളൂ എന്ന് പറയുമ്പോൾ, എന്നാൽ ശരി, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ലാവണ്യ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് ഒരുപാട് സന്തോഷമാവാണ്. ഈ അഞ്ജലി രണ്ടുപേരും ഒരുമിച്ച് വരുന്നത് കാണുമ്പോൾ അഞ്ജലിക്ക് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. അങ്ങനെ ആദ്യം ശ്രുതി മുത്തശ്ശിയുടെ റൂമിലോട്ട് ചെല്ലാണ്. അങ്ങനെ മുത്തശ്ശി എന്തായി കാണിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഞാനിവിടെ ചെറിയൊരു പണിയിലാണ്, എന്തായാലും മുത്തശ്ശി ഞാനൊരു കാര്യം പറയട്ടെ. എന്ത് കാര്യം ശ്രുതി, നീ പറ. നീ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിനൊരു സന്തോഷമാണ്, നിന്നോട് സംസാരിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. നിന്നോട് സംസാരിക്കുമ്പോൾ പലതും എനിക്ക് മനസ്സിൽ ഓർമ്മ വരിക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ മുത്തശ്ശി പറയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി പറയും, മുത്തശ്ശി ഞാനൊരു കാര്യം പറയട്ടെ, മുത്തശ്ശിക്ക് ഇപ്പോൾ എന്താ വേണ്ടത്? ലാവണ്യയെ നല്ലൊരു മരുമകളാക്കി എടുക്കണം എന്നല്ലേ? അതിനെന്താ മുത്തശ്ശി, നമ്മൾ മനസ്സ് വെച്ചാൽ ഏതൊരു പെൺകുട്ടിയും നല്ല മരുമകളാവില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയാണ്, നിൻ്റെ സ്വഭാവം, നിൻ്റെ പ്രകൃതമാണ് ഞാൻ അവളിൽ കാണാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുന്ന സമയത്താണ് കേട്ടോ ലാവണ്യ കയറി വരുന്നത്. ലാവണ്യയെ കണ്ട മുത്തശ്ശിക്ക് അങ്ങ് ദേഷ്യം പിടിക്കണം. അങ്ങനെ മുത്തശ്ശി ദേഷ്യത്തോടു കൂടി തന്നെ ലാവണ്യ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് ഒട്ടും ലാവണ്യക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ലാവണ്യ എന്നാലും വേണ്ടില്ല എന്ന് കരുതിയിട്ടുണ്ട് വരികയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിലോ ലാവണ്യ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ലാവണ്യോട് പറയാണ്, നീ ഇങ്ങ് വാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണുകൊണ്ട് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് ലാവണ്യോട് കണ്ണുകൊണ്ട് തന്നെ ശ്രുതി ഇങ്ങനെ കാണിക്കുകയാണ്. മുത്തശ്ശിയുടെ കാലിൽ വീണ് മാപ്പ്, അനുഗ്രഹം വാങ്ങുക, ചെയ്ത് തെറ്റായിപ്പോയി എന്നുള്ള ആ ഒരു ലെവലിൽ നീ ആദ്യം മുത്തശ്ശിനെ വീഴ്ത്താൻ നോക്കി എന്നിങ്ങനെ ശ്രുതി കണ്ണുകൊണ്ട് ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ആദ്യത്തിൽ ലാവണ്യക്കത് മനസ്സിലായില്ലെങ്കിലും പിന്നീട് ലാവണ്യക്കത് മനസ്സിലായി. അങ്ങനെ ലാവണ്യ മുത്തശ്ശിയുടെ കാൽക്കൽ അങ്ങ് വീഴാണ്. മുത്തശ്ശി, ഞാൻ ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, എനിക്ക് ഇല്ലെന്ന് പറയുന്നില്ല, അതുകൊണ്ട് മുത്തശ്ശി എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ മുത്തശ്ശി അതിലങ്ങ് വീണു കേട്ടോ. അങ്ങനെ നീ നിൻ്റെ തെറ്റ് മനസ്സിലാക്കിയല്ലോ, അത് തന്നെ വലിയ സന്തോഷം, എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് ലാവണ്യ അങ്ങ് സ്വീകരിക്കുകയാണ് കേട്ടോ. എന്നാൽ ഇത് പുറത്ത് നിന്നും അഞ്ജലി കാണുകയാണ്. അപ്പോൾ അഞ്ജലി ഇത് കണ്ടോടെ തന്നെ അഞ്ജലിക്ക് ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ അഞ്ജലി ശ്രുതി വന്ന് കയറിയില്ല, അപ്പോഴേക്കും നല്ലൊരു കാര്യമാണല്ലോ നടന്നത്. ലാവണ്യയോട് വെറുപ്പുണ്ടായിരുന്ന മുത്തശ്ശിയുടെ വെറുപ്പൊക്കെ പോയിരിക്കുന്നു എന്ന ഭാവത്തിൽ ഇങ്ങനെ ചിരിച്ചും കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് ലാവണ്യ ചോദിക്കുക, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ലാവണ്യ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ശ്രുതി പറയാണ്, നീ വായോ, ആദ്യം നമുക്ക് മുത്തശ്ശിയെ കയ്യിലെടുക്കണം, അതിനുള്ള ട്രിക്കുകൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ, നീ എൻ്റെ കൂടെ വാ എന്ന് പറയാണ്. ആദ്യം നമുക്ക് ഇഞ്ചിയും ഏലക്കായ ഇട്ടുള്ള ഒരു കിടിലൻ ചായ കൊടുക്കാം. ആ ചായ കൊടുക്കുമ്പോൾ തീർച്ചയായും ആ ചായ കിട്ടിക്കഴിഞ്ഞാൽ മുത്തശ്ശിയുടെ സ്വഭാവത്തിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് പറയാം കേട്ടോ. അങ്ങനെ അവർ അടുക്കളയ്ക്ക് കയറുകയാണ്. ഈ സമയം അഞ്ജലി പിറകിൽ നിന്നിങ്ങനെ നോക്കുന്നുണ്ട്, എന്താണ് ഇവർ തമ്മിൽ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ പിറകിൽ നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ലാവണ്യം കാണുന്നില്ല കേട്ടോ. അങ്ങനെ ശ്രുതി എന്ത് ചെയ്യും, ഒരു ഗ്യാസിൽ ഇങ്ങനെ പാല് തിളപ്പിക്ക് എന്ന് പറഞ്ഞിട്ട് പാലെടുത്ത് കൈ കൊടുക്കുകയാണ്. ഇനി അത് പൊട്ടിക്ക്, അത് അതിലോട്ട് ഒഴിക്കുക എന്ന് പറയുമ്പോൾ അതുപോലെ ലാവണ്യം ചെയ്യാണ്. പിന്നീട് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ,
ഒരു പാത്രത്തിലോട്ട് വെള്ളം ഒഴിക്കുക എന്ന് പറയണേ. അങ്ങനെ അതും ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാനെന്ത് ചെയ്യണമെന്ന് ലാവണ്യ ചോദിക്കുമ്പോൾ പറയും, നീ ഇനി അടുത്തത് അതിലോട്ട് ഈ ഏലക്കായും ഈ ഇഞ്ചിയും ഉണ്ടല്ലോ അത് ചതച്ച് അതിലോട്ട് ഇടുക എന്ന് പറയണേ. പറഞ്ഞതുപോലെ തന്നെ ലാവണ്യ അത് ചെയ്യാണ്. അപ്പോൾ ലാവണ്യക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുക. അങ്ങനെ ലാവണ്യ പറയാം, എന്തൊരു സുഖമാണ് ടീ ബാഗ് ഉണ്ടെങ്കിൽ ചായ ഉണ്ടാക്കാൻ, ഈ ഒരു സുഖം ഈ ഒരു ഗ്യാസിൽ തിളപ്പിച്ച ചായക്കില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ തിരിച്ച് മറുപടി പറയാണ്, അത് നീ ഒരു കാര്യം ചിന്തിച്ചോ, ടീ ബാഗ് ഉണ്ടാക്കിയിട്ടുള്ള ചായക്ക് ആനന്ദം കിട്ടില്ല, സുഖവും കിട്ടില്ല, സന്തോഷവും കിട്ടില്ല. എന്നാൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന ചായയുടെ ആ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ മൈൻഡ് തന്നെ വേറെയാവും എന്ന് പറയാം കേട്ടോ. അങ്ങനെ ഈ ചായ ഇങ്ങനെ ഏലക്കായൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് പഞ്ചസാര ഇടാൻ വേണ്ടി പറയാണ്. പിന്നീട് വേണമെങ്കിൽ പഞ്ചസാര ഷുഗർ ഉള്ളവർക്ക് വേണ്ടെങ്കിൽ വേണ്ട, അല്ലാത്തവർക്ക് ഷുഗർ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെ ചായപ്പൊടി ഇടാൻ വേണ്ടി പറയാം കേട്ടോ. അങ്ങനെ ഇത്ര ടീസ്പൂൺ ചായപ്പൊടിയാണ് ഇടേണ്ടതെന്ന് ലാവണ്യ ചോദിക്കുമ്പോൾ ഇത് ഒരു ഗ്ലാസ് ചായ ആണെങ്കിൽ അതിനനുസരിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇടാൻ വേണ്ടി പറയാം കേട്ടോ. അങ്ങനെ ലാവണ്യ ശ്രുതി പറയുന്നതിനനുസരിച്ച് ഇടുകയാണ്. അങ്ങനെ ചായ നന്നായി തിളച്ചു. അപ്പോൾ ശ്രുതി പറയാണ്, ഇനി പാലെടുത്ത് ഈ ചായയിലോട്ട് ഒഴിക്കുക എന്ന് പറയണേ. അങ്ങനെ അതുപോലെ ലാവണ്യ ചെയ്യാണ് കേട്ടോ. അതൊക്കെ കണ്ട് അഞ്ജലി ഒരുപാട് സന്തോഷത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ഈ ചായ തിളക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് തന്നെ ലാവണ്യക്ക് കിട്ടുകയാണ്. ഏലക്കായുടെ ഇഞ്ചിയുടെ ഒക്കെ ആ സ്മെല്ല് വരുമ്പോൾ എന്തൊരു സുഖമുള്ള സ്മെല്ലാണെന്ന് പറയുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയണേ. അങ്ങനെ ലാവണ്യക്ക് പണിയെടുക്കുന്നതിൽ ഒരു ഇൻട്രസ്റ്റ് വരികയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഇത് അഞ്ജലി കാണുകയാണ്. അപ്പോഴായിരിക്കും അഞ്ജലിയുടെ ഫോൺ അടിക്കുന്നത്. അങ്ങനെ അഞ്ജലിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. അങ്ങനെ അഞ്ജലി ആ ഫോൺ എടുക്കുമ്പോൾ അത് ശ്യാമായിരിക്കും. അപ്പോൾ ശ്യാം, ഹലോ, ഞാനാണ് മോളെ, ഞാൻ നിന്നോട് ദേഷ്യത്തിൽ സംസാരിച്ചു മുത്തേ, എൻ്റെ പൊന്നു എന്നോട് ക്ഷമിക്കണം, ഞാൻ ശ്രുതിയുടെ കാര്യത്തിൽ കുറച്ച് മോശമായി നിന്നോട് സംസാരിച്ചെന്ന് പറയുമ്പോൾ അഞ്ജലി പറയും, അതൊന്നും കുഴപ്പമില്ല, എന്തായാലും എൻ്റെ ഏട്ടൻ വിളിച്ചല്ലോ അത് മതി എന്ന് പറയണേ. എന്നാലും എന്ന് പറയുമ്പോൾ വീണ്ടും അഞ്ജലി പറയാണ്, എന്താ എന്നാലും എന്ന് പറയുന്നത്. അപ്പോഴേക്കും ശ്യാമ അവിടെ ഒരു അഭിനയം നടത്തുകയാണ് കേട്ടോ. സാർ എന്താ പറഞ്ഞത്, 1 ലക്ഷം രൂപ വേണമെന്നാ? ഞാൻ 1 ലക്ഷം രൂപ ഞാൻ ഇപ്പോൾ തരാൻ പറ്റില്ല, എന്തിനാ സാറിനത്? അപ്പോഴേക്കും തിരിച്ച് മറുപടി പറയുന്ന പോലെ, നിങ്ങളുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ 1 ലക്ഷം ചോദിച്ചത്, സോറി കേട്ടോ, ഞാൻ 2 ദിവസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരാം എന്ന് തിരിച്ചും പറഞ്ഞിട്ടങ്ങ് ആ ഒരു സംസാരം അങ്ങനെ അഞ്ജലി കേൾക്കണം കേട്ടോ. അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, എന്താണ്, ആർക്കാണ് 1 ലക്ഷം രൂപ? അത് എൻ്റെ അടുത്തൊരാൾ വന്നിട്ടുണ്ട്, അയാളുടെ മകൾക്ക് എന്താ കണ്ണോപ്പറേഷൻ അങ്ങനെ എന്താ വേണമെന്ന് പറഞ്ഞപ്പോൾ 1 ലക്ഷം രൂപ ചോദിച്ചതാണ്, എൻ്റെ കയ്യിലാണെങ്കിലോ ഇപ്പോൾ കൊടുക്കാനില്ല എന്ന് പറയുമ്പോൾ, അതിനാണോ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞിട്ട് ഞാൻ ഈ കാര്യങ്ങൾ സാധിപ്പിച്ച് തരാം, 1 ലക്ഷം ഞാൻ മേടിച്ച് തരാൻ തരാം, അയ്യോ ഈ കുഞ്ഞിനൊന്നും പറയാൻ നിൽക്കണ്ട, വേണ്ട എന്ന് ശ്യാമ പറയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്ന് ഇങ്ങനെ അഞ്ജലി തിരിച്ചും പറയാണ്. അപ്പോൾ ഉടൻ തന്നെ ശ്യാമു പറയണ, അയ്യോ നീ ബുദ്ധിമുട്ടിക്കണ്ട. അപ്പോൾ എന്താ ഏട്ടന് എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് അഞ്ജലി തിരിച്ച് ചോദിക്കുമ്പോൾ, അയ്യോ എൻ്റെ പൊന്നെ, ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ല, ഞാൻ തിരിച്ചെടുത്തു, നീ എന്താ ചെയ്തോ, 1 ലക്ഷം 2 ലക്ഷം എത്ര എനിക്ക് തന്നോ എന്ന് തിരിച്ചും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണം കേട്ടോ. പിന്നീട് അവിടെ ഇരിക്കുന്ന ഒരാളോട് സംസാരിക്കുന്ന രീതിയിലാണല്ലോ ശ്യാമ ചെയ്തിരിക്കുന്നത്. പക്ഷെ അവിടെ ഒരു ചെയർ മാത്രമേ ഉണ്ടാവുള്ളൂ. ശ്രുതിക്ക് കൊടുക്കാനുള്ള 1 ലക്ഷത്തിന് വേണ്ടി കള്ളം പറഞ്ഞ് അഞ്ജലിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ കേട്ടോ. പിന്നീട് മുത്തശ്ശിയുടെ അടുത്തോട്ട് ലാവണ്യയും ശ്രുതിയും കൂടി ചായയുമായി പോയിരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശിക്ക് ചായ കൊടുക്കണം. അങ്ങനെ ഈ ചായ മുത്തശ്ശി കുടിക്കുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, അയ്യോ ഇത് എന്ത് നല്ല രസമുള്ള ചായയാണ്, സൂപ്പർ ചായ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഇതിനിടയ്ക്ക് അഞ്ജലി പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ശ്രുതിയുടെ കാര്യത്തിൽ നിങ്ങൾ എന്നെ വഴക്ക് പറഞ്ഞത് തെറ്റായെന്ന് നിങ്ങൾക്ക് തോന്നും, കാരണം ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ചായയും പൊക്കവടയും കഴിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതെന്താ നീ അങ്ങനെ പറഞ്ഞ, വന്നാൽ കാണാം, ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഈ പൊക്കവടി അതിനിടയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതും ലാവണ്യയെ കൊണ്ട് തന്നെ ശ്രുതി കിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തോട്ട് പോവാണ്. അങ്ങനെ മുത്തശ്ശിക്ക് ചായ ശ്രുതി കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയം എല്ലാവരും ഇരുന്ന് ഈ ചായ ഇങ്ങനെ കഴിച്ചിട്ട് പറയണം, എന്ത് ടേസ്റ്റുള്ള ചായ, സൂപ്പർ ചായ എന്ന് പറയണേ. അപ്പോൾ ശ്രുതി ഉടുത്തേക്ക് തന്നെ പറയണേ, ഞാൻ ഉണ്ടാക്കിയതല്ല, അതിൽ ലാവണ്യ ഉണ്ടാക്കിയതാണ്, ഞാൻ പറഞ്ഞു കൊടുത്തു, അവൾ അതിനനുസരിച്ച് ഉണ്ടാക്കിയെന്ന് പറയണേ. അപ്പോൾ ഉടൻ തന്നെ കാർട്ടൂൺ ബേബി പറഞ്ഞതിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കിയെന്ന് പറയണേ. എന്നാൽ ആ കാർട്ടൂൺ ബേബി എന്ന് വിളിച്ചത് മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ മുത്തശ്ശി ദേഷ്യത്തോടു കൂടി നോക്കുമ്പോൾ ശ്രുതി പറഞ്ഞതുപോലെ ഞാൻ ഉണ്ടാക്കി എന്നുള്ളൂ എന്നങ്ങ് പറയും
പറയൂ കേട്ടോ. അങ്ങനെ മുത്തശ്ശി പറയും എന്തായാലും നിനക്ക് ശ്രുതി വന്നതിൽ നല്ല മാറ്റമുണ്ട്, നിൻ്റെ ചായയും കൊള്ളാം പൊക്കവടയും കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയണേ. അപ്പോൾ ലാവണ്യക്ക് മുത്തശ്ശി കുറേശ്ശെ തന്നെ അംഗീകരിക്കൽ തുടങ്ങി എന്ന് കാണുമ്പോൾ ലാവണ്യ എന്ത് ചെയ്യും, സന്തോഷത്തോടു കൂടി കാലുമ്മ കാല് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ചായ കുടിക്കുന്നത് കാണുമ്പോൾ മുത്തശ്ശിക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് ലാവണ്യ ഇങ്ങനെ തുറിച്ച് നോക്കാൻ കേട്ടോ. എന്നാൽ അത് പെട്ടെന്ന് ശ്രുതി ആ നോക്കുന്നത് അങ്ങ് കാണുകയാണ്. അതോടുകൂടി ശ്രുതി എന്ത് ചെയ്യും, പെട്ടെന്ന് തൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ പതുക്കെ ലാവണ്യയെ തോണ്ടിയിട്ട് പറയും, ദേ മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാല് കയറ്റിച്ച് ഇരിക്കാൻ പാടില്ല, മുത്തവരെ ബഹുമാനിക്കണം, ഞാൻ ഇരിക്കുന്നത് കണ്ടില്ല, അതുപോലെ നീ ഇരിക്കുകയെന്ന് പറയുമ്പോൾ ആ കാല് പതുക്കെ ഇറക്കിയിടാണ് കേട്ടോ. അപ്പോൾ അതോടുകൂടി മുത്തശ്ശിക്ക് അങ്ങ് സന്തോഷവും ആവാണ്. അങ്ങനെ മുത്തശ്ശി പറയും, ദേ ലാവണ്യെ, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം, നിനക്ക് ശ്രുതി വന്നതിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്, നീ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്, എന്തായാലും ഇങ്ങനെയൊക്കെയാണെങ്കിൽ എൻ്റെ കുഞ്ഞിന് ചേർന്ന പെണ്ണ് തന്നെ ആയിരിക്കും നീ എന്ന് തിരിച്ചും പറയുന്നുണ്ട്. അങ്ങനെ നല്ലൊരു കിടിലൻ സീനാണ് നാളെ വരാനിരിക്കുന്നത്.